IRBയിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വരാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ ലെവൽ വേക്കൻസിയാണ്. തുടക്കത്തിൽ തന്നെ പറയട്ടെ, നമ്മൾ കേരളത്തിൽ നിന്ന് അപേക്ഷിക്കുമ്പോൾ SC ST OBC എല്ലാവർക്കും അപേക്ഷിക്കാമെങ്കിലും ജനറൽ ആയിട്ടായിരിക്കും പരിഗണിക്കുക. ഇതിൽ ഭൂരിഭാഗം വേക്കൻസിയും അവിടെയുള്ള ST വിഭാഗത്തിന് വേണ്ടി റിസർവ്ഡ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ അത്രയും ദൂരം പോയിട്ട് ഈ റിക്രൂട്ട്മെൻറ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഓൾ ഇന്ത്യ ലെവലുള്ള വേക്കൻസിയാണ്. വേക്കൻസി നമുക്ക് വരുന്നത് കുറവായിരിക്കും, കോമ്പറ്റീഷൻ ഹൈ ലെവലായിരിക്കും. നമ്മുടെ പൈസയും സമയവും നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതൊരു ഡിസ്ക്ലൈമറായിട്ട് പറയുകയാണ്. ബാക്കി നിങ്ങളുടെ തന്നെ റിസ്കിൽ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് പേര് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വേണം, വീഡിയോ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് നമ്മൾ ഡീറ്റെയിൽ ചെയ്തതാണ്. പക്ഷേ ഇതിൽ നമുക്ക് വളരെ ഷോർട്ടായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി അപേക്ഷിക്കേണ്ട ലിങ്കും ഈ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ 23/3/2026 അപേക്ഷ തുടങ്ങി 10/4/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. എക്സാം 10/5/2026 നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫിസിക്കൽ 25/5/2026 നടക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. വന്നിട്ടുള്ള പോസ്റ്റ് IRB ബാൻഡ് ഉണ്ട്. അതായത് കോൺസ്റ്റബിൾ ബാൻഡ്, കോൺസ്റ്റബിൾ ബൂഗ്ലർ, പിന്നെ കോൺസ്റ്റബിൾ IRBയിൽ തന്നെ, പിന്നെ കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഫീമെയിൽ ഉണ്ട്, അതുപോലെ തന്നെ കോൺസ്റ്റബിൾ സിവിൽ പോലീസ് മെയിൽ ഉണ്ട്, പിന്നെ ഫയർമാൻ ഉണ്ട്, പിന്നെ സ്പെഷ്യൽ ടൈഗർ ഗാർഡ് കൂടി വരുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഇത്രയും പോസ്റ്റാണുള്ളത്. ഇതിൽ 984 വേക്കൻസീസാണ് ടോട്ടൽ ഉള്ളതെങ്കിലും ഇതിൽ ഭൂരിഭാഗം വേക്കൻസി 787 വേക്കൻസീസും അവിടെയുള്ള വിഭാഗത്തിന് വേണ്ടി റിസർവ്ഡ് ആണ്. ഈ ഒരു റീജിയണിലേക്കുള്ള വിഭാഗത്തിന് റിസർവ്ഡ് ആണ്. അരുണാചൽ പ്രദേശിലുള്ളവർക്ക് റിസർവ്ഡ് ആണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ ജനറൽ എന്ന് പറയുന്ന വേക്കൻസി ഇതിൽ കോൺസ്റ്റബിൾ ബൂഗ്ലറിന് വേക്കൻസി നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വേക്കൻസി മാത്രമേ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 197 വേക്കൻസീസാണ് ജനറൽ കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ളത്. ഇതിലായിരിക്കും നമ്മൾ മത്സരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഓൾ ഇന്ത്യ ലെവലിലേക്ക് പോകുന്നതുമാണെന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധയിൽ വെച്ചേക്കുക. അപ്പോൾ ഒരു പോസ്റ്റ് കാണാൻ സാധിക്കും. 5/2026 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റബിൾ ബാൻഡാണ് IRB. 10ാം ക്ലാസ് വേണം, അതുപോലെ തന്നെ അത് വായിക്കാനുള്ള അറിവ് വേണം, പിന്നെ ഫിസിക്കൽ സ്റ്റാൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രൈറ്റീരിയയും കൂടി കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ മെയിൽസിൻ്റെ തന്നെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഹൈറ്റ്, ജസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാലറി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഏജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത പോസ്റ്റ് കോൺസ്റ്റബിൾ ബൂഗ്ലറാണ്. 10ാം ക്ലാസ് വേണം, അതുപോലെ തന്നെ അത് വായിക്കാനുള്ള അറിവ് വേണം, പിന്നെ ഹൈറ്റും കാര്യങ്ങളും ചെസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏജും കൊടുത്തിട്ടുണ്ട്. 18 to 22 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അടുത്ത കോൺസ്റ്റബിൾ IRB ആണ്. റിസർവ്ഡ് ഫോർ മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ആണിത്. 10ാം ക്ലാസ് ഉണ്ടായാൽ മതി. പിന്നെ ഈ ഫിസിക്കൽ സ്റ്റാൻസ് ഒക്കെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത് അരുണാചൽ പ്രദേശിൻ്റെ ആ ഒരു വിഭാഗത്തിനുള്ളത് അവർക്ക് പ്രത്യേകം പറയാൻ എന്താണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ബാക്കിയുള്ള നോർമലിയുള്ള ജനറൽ കാറ്റഗറീൻ്റെ മുകളിലായിട്ട് പറയുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഫിസിക്കൽ ഐറ്റം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 18 to 22 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഫീമെയിലാണ്. 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് 157 സെൻറ്റിമീറ്റർ ഉയരം വേണം. ഫീമെയിൽസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. പിന്നെ 21,700 മുതൽ 69,100 വരെ ശമ്പളവും 18 to 22 വയസ്സ് വരെ അതിന് അപേക്ഷിക്കാനും സാധിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ സിവിൽ പോലീസ് മെയിലിൻ്റെതാണ്. 10ാം ക്ലാസ് വേണം, പിന്നെ ഈ ഫിസിക്കൽ സ്റ്റാൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 18 to 22 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് കാണാൻ സാധിക്കും ഫയർമാൻ ആണ്. 10ാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത. ഈ കാണുന്ന ഫിസിക്കൽ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ സാലറി കൊടുത്തിട്ടുണ്ട്. പ്രായം 18 to 32 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് സ്പെഷ്യൽ ഗാർഡ്, സ്പെഷ്യൽ ടൈഗർ ഗാർഡ് പോസ്റ്റാണ്. 10ാം ക്ലാസ് വേണം, പിന്നെ ഈ ഫിസിക്കൽ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം. 18 to 32 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 200 രൂപ ഫീസും കൂടി ഉണ്ടാവുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. യോഗ്യതയുള്ള താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. മേജർ റിലാക്സേഷൻ ഒന്നും ഇല്ല. നമ്മൾ ജനറൽ ആയിട്ടായിരിക്കും പരിഗണിക്കുക. ഇതാണ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം കുറച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും നമ്മൾ ഇതിന് പോകുമ്പോൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പോകാം. ബാക്കിയുള്ളവരും കൂടി ചിലപ്പം വീഡിയോ കണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവർ കൂടി. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓൾ ഇന്ത്യ ലെവൽ വേക്കൻസി ആണെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ ഹൈ ആയിരിക്കും, കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്.